അങ്ങനെ ഗിവ് അവേ എത്തിയിട്ടോ. അപ്പോൾ ഗിവ് അവേ വീഡിയോ എടുക്കുമ്പോൾ എന്താണ് ഞാൻ കാണിക്കുക എന്നായിരുന്നു എനിക്കൊരിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പഴയ ജേർണലിങ് കാണിച്ചു തരാമെന്ന്. അപ്പോൾ എന്തായാലും റൂൾസൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആകെ കൂടി 3 റൂൾസാണുള്ളത്. ആ 3 റൂൾസും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വിന്നറാകാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ റൂള് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. സെക്കൻഡ് റൂള് ഈ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം. ഈ 2 റൂളും എന്തായാലും ചെയ്തിരിക്കണം. ആൻഡ് ലാസ്റ്റ് തേർഡ് റൂള് ടോപ്പ് കമൻറ്റേഴ്സിനായിരിക്കും വിന്നറാവാൻ പറ്റുക. ടോപ്പ് കമൻറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നെ ഏറ്റവും കൂടുതൽ ചാനലിൽ കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും കൊടുക്കുക. വെറുതെ എല്ലാ വീഡിയോയിലും ഇമോജീസൊന്നും വന്നിട്ട് അവർക്ക് കൊടുക്കത്തില്ല. വായിക്കുമ്പോൾ നല്ല നല്ല കമൻസ് ഉള്ള ഒരാൾക്കായിരിക്കും കൊടുക്കുക. 3 പേരെ ടോപ്പ് കമൻറ്റേഴ്സിന് സെലക്ട് ചെയ്യും. അതിൽ നിന്ന് ഒരാൾക്കായിരിക്കും കൊടുക്കുക. എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ഒരു 10 പേരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ റൂൾസൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ വിന്നറിനെ എന്നാ കണ്ടുപിടിക്കുന്നത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എങ്ങനെ പോയാലും 2 ആഴ്ച സമയം ഉണ്ടാവും. ഞാൻ എന്നാണ് റിസൾട്ട് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദിവസം മുന്നേ പറയുന്നതായിരിക്കും എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യാന്ന്. പിന്നെ ഗിവ് അവേ ഗിഫ്റ്റ് ഞാൻ കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ എല്ലാവരും സ്റ്റേഷനറിയാണ് പറഞ്ഞത്. സ്റ്റിക്കേഴ്സ് വേണോ സ്റ്റേഷനറി വേണമെന്ന് ഇപ്പോഴേക്ക് തീരുമാനമായിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്തായാലും വേറെ വീഡിയോയിൽ ഗിഫ്റ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ്